മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾക്കും അതോടൊപ്പം ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒന്നായിരുന്നു 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം. അന്നു മുതൽ വലിയ പ്രതിഷേധങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. പ്രത്യേകിച്ച് നടിക്കെതിരായ അതിക്രമം ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു സിനിമാ മേഖലയിൽ ഉള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് ആ പ്രതിഷേധത്തിന്റെ അലയൊലികൾ താരസംഘടനകളിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുകയും ചെയ്തു. അതുതന്നെയാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഇന്ന് വലിയൊരു പെൺനിരയെ കൂടി എത്തിക്കുവാൻ വഴിയൊരുക്കിയത്. ഇന്ന് അമ്മയുടെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ വഹിക്കുന്നത് വനിതാ താരങ്ങളാണ് എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ പോലെയുള്ളവർ, കുക്കു പരമേശ്വരൻ, അൻസിബ, ലക്ഷ്മിപ്രിയ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് അവർ എത്താൻ കാരണം 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയായിരുന്നു. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ചൂഷണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് പഠിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിക്ക് മുന്നിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആണ് പല വനിതാ താരങ്ങളും നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുവെങ്കിലും നിയമ നടപടികളെ നേരിടാൻ താരങ്ങൾ ഒരുക്കമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ അമ്മയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയവരിൽ പോലും ചിലർ ആരോപണ വിധേയർ ആയിരുന്നു. അങ്ങനെയുള്ള ആരോപണ വിധേയർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലർക്കും പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ നടൻ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്ന് കീഴ്ക്കോടതി വിധിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അമ്മയുടെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വനിതാ പ്രാതിനിധ്യം കൂടുതലുള്ള ഭാരവാഹികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലേ? എന്തായിരുന്നു അമ്മയുടെ ആദ്യ പ്രതികരണം? നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ നിയമം നീതിയുടെ വഴിക്ക് എന്ന തരത്തിലുള്ള വളരെ ലളിതമായ ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, ഈ വിധി വന്ന ദിവസം അമ്മ എന്ന സംഘടന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട പ്രതികരണം എന്നുള്ളതാണ്. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു. ഈ രണ്ട് വാചകങ്ങളിൽ ഒതുക്കിയാൽ മതിയോ അമ്മ എന്ന താരസംഘടനയുടെ നിലപാട്? എന്താണ് അവർക്ക് പറയാനുള്ളത്? എന്താണ് അമ്മയുടെ ഭാവി പരിപാടികൾ? അതാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് മിണ്ടാട്ടമില്ലേ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കാരണം അതിജീവിതയുടെ മൗനം ഇപ്പോഴും തുടരുകയാണ്. ഈ വിധി വന്നതിന് ശേഷം അതിജീവിത ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്നാൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും ഉയരുന്ന ഘട്ടം കൂടിയാണ് ഇപ്പോഴും ഉള്ളത്. അന്തിമ വിധി 12-ാം തീയതിയാണ് വരാനിരിക്കുന്നത്. പക്ഷേ ആ വിധി നടൻ ദിലീപിന് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നത് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. കാരണം കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അടുത്ത വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. അവിടെ നമ്മളൊരല്പം ചരിത്രം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ എന്ന താരസംഘടനയിലടക്കം വലിയ തോതിൽ പിടിമുറുക്കിയിരുന്ന ആളായിരുന്നു നടൻ ദിലീപ്. ഒരു മിമിക്രി താരം എന്ന നിലയിൽ തൻ്റെ കരിയർ ആരംഭിച്ച ദിലീപ് സഹസംവിധായകനായി പ്രവർത്തിച്ചു. പിന്നീട് നായക വേഷത്തിലേക്ക് എത്തി. സിനിമയ്ക്ക് പുറത്ത്, സിനിമയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തനായി. സിനിമയിൽ നടൻ എന്ന നിലയിൽ, നിർമ്മാതാവ് എന്ന നിലയിൽ, തിയേറ്റർ ഉടമ എന്ന നിലയിൽ, സിനിമാ വിതരണക്കാരൻ എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ പുറത്ത് മറ്റ് ബിസിനസ്സുകളിലും വ്യാപൃതനായി. അങ്ങനെയുള്ള ദിലീപിനെ 2017 ആയിരുന്നു അമ്മ പുറത്താക്കിയത്. അതിന് കാരണമായിട്ടുള്ളത് ദിലീപ് ഈ വനിതാ താരത്തെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലേക്ക് വന്നു. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടു. അങ്ങനെ കേസിലെ 8-ാം പ്രതിയായി എന്ന പശ്ചാത്തലത്തിലായിരുന്നു 2017 തന്നെ ദിലീപിന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കിയത്. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട പദവിയായിരുന്നു ദിലീപ് അലങ്കരിച്ചിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ട്രഷറർ സ്ഥാനം ആയിരുന്നു ദിലീപിനുണ്ടായിരുന്നത്. ആ ട്രഷറർ സ്ഥാനം അമ്മ റദ്ദു ചെയ്യുകയും ചെയ്തു. അതേസമയം ഏറെ വിവാദങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ദിലീപിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട
ഒരു വിഭാഗം പറഞ്ഞത് കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ദിലീപിന്റെ അംഗത്വം റദ്ദാക്കരുത് എന്ന ആരോപണം ഉയർന്നു വന്നു. അന്ന് നമുക്കറിയാം അമ്മയുടെ പ്രസിഡന്റായിരുന്നവർ, അമ്മയുടെ മറ്റു ഭാരവാഹികളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ദിലീപിനെ പുറത്താക്കണമോ എന്നത് വോട്ടിനിട്ട് തീരുമാനിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. വോട്ട് പബ്ലിക്കായി വേണ്ട, അത് രഹസ്യമായി നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ സംഘടനയൊന്നാകെ പ്രതിസന്ധിയിലായി നിന്ന സമയമാണ്. അപ്പോഴാണ് മോഹൻലാൽ തന്നെ മാധ്യമങ്ങളോട് വന്നു പറയുന്നത് ദിലീപ് രാജിക്കത്ത് നൽകി എന്നുള്ളത്. അതായത് ഒക്ടോബർ 10-ാം തീയതി 2017 ഒക്ടോബർ 10-ാം തീയതി ദിലീപ് അമ്മയ്ക്ക് രാജിക്കത്ത് നൽകിയെന്നും അതുകൊണ്ട് ഇത് ഒരു അടഞ്ഞ അധ്യായം ആണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അന്ന് താരസംഘടനയിൽ നിന്നും ഉണ്ടായത്. അന്നു മുതൽ പുറത്തു നിൽക്കുന്ന ദിലീപ് ഇനി അമ്മയുടെ അകത്തു പ്രവേശിക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത് മാത്രവുമല്ല, ദിലീപിനെ മറ്റ് ഇതര സംഘടനകളിൽ നിന്ന് പുറത്താക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ദിലീപ് താരസംഘടനയിൽ മാത്രമായിരുന്നില്ല, ദിലീപ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളിൽ ഉൾപ്പെടെ സജീവമായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗമായിരുന്നു എന്നുള്ളതാണ്. നിർമ്മാതാവ് എന്ന നിലയിൽ കൂടി ദിലീപ് വളർന്നു വരുന്ന സാഹചര്യമായിരുന്നു 2017 അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഒപ്പം മറ്റ് ഓർഗനൈസേഷനുകൾ, അതിൽ ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ, ആ സംഘടനയിലും ദിലീപ് അംഗമായിരുന്നു. വിതരണക്കാരുടെ സംഘടന, ആ സംഘടനയിൽ നിന്നും ദിലീപ് പുറത്താക്കപ്പെടുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത്. അവിടെയും തീരുന്നില്ല, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയ സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ദിലീപ് സിനിമയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളിൽ ആയിരുന്നോ പ്രവർത്തിച്ചിരുന്നത്, ഏതൊക്കെ മേഖലകളിലായിരുന്നോ അംഗമായിരുന്നത്, ആ മേഖലകളിൽ നിന്ന് എല്ലാം ദിലീപിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ദിലീപിന് ഒഴിയുകയോ ചെയ്യേണ്ടി വന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ വിഷയത്തിൽ, അതായത് ഈ സംഭവത്തിൽ ഇര എന്നത് ഒരു നടിയാണ് എന്നതാണ്. അതായത് താരങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ഇര മറുഭാഗത്ത് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് മറ്റൊരു താരം. അപ്പോഴാണ് അമ്മയുടെ നിലപാട് പ്രസക്തമാകാൻ പോകുന്നത്. അമ്മ എന്തു തീരുമാനിക്കും എന്നത് ചർച്ചാ വിഷയമായി മാറുന്നത്. നമ്മൾ അതിലേക്ക് തന്നെ വിശദമായി വരികയാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, അമ്മ ഈ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം നടത്തിയ പ്രതികരണം എന്നത് നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നത് മാത്രമാണ്. അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നുമാണ്. അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ കോടതിയുടെ വിധി എന്താണോ അതിനെ അമ്മ പിന്തുണയ്ക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ നിമിഷം ദിലീപ് കുറ്റക്കാരൻ എന്ന് വിലയിരുത്താനാകില്ല. കാരണം കീഴ്ക്കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. ഇനി ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്യുകയോ അതല്ല എങ്കിൽ ഈ വിധി റദ്ദാക്കുകയോ അതല്ല എങ്കിൽ ദിലീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്യണം. അതുവരെയും കുറ്റവിമുക്തനാണ് ഈ ദിലീപ് എന്ന താരം. അതുകൊണ്ടാണ് ഈ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നതിനപ്പുറത്ത് ഇനി എന്താണ് അമ്മയുടെ തീരുമാനം, അമ്മ ആർക്കൊപ്പം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം വരേണ്ടത്. ആ ഉത്തരങ്ങൾ എന്തായിരിക്കും നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിച്ചു പോകാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് നടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകളാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ തലപ്പത്ത് ഉള്ള ഈ സ്ത്രീകൾക്ക് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ സാധിക്കുക? അങ്ങനെയെങ്കിൽ അമ്മ ദിലീപിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് നടൻ ദിലീപിനെ, ഒരു കാലഘട്ടത്തിൽ താരസംഘടനയിൽ വേരുറപ്പിച്ച പിടിമുറുക്കിയ ദിലീപിനെ വീണ്ടും ആ സംഘടനയിലേക്ക് തിരിച്ചെത്തിക്കുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിനപ്പുറത്ത് മറ്റു ചില സാധ്യതകൾ കൂടിയുണ്ട്. അത് മേൽക്കോടതി, അതായത് നിലവിൽ കോടതി ഉത്തരവ് പ്രകാരം ദിലീപ് കുറ്റമുക്തനാണ് എങ്കിൽ പോലും ഇപ്പോൾ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ 12-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് കുറ്റക്കാർ. അതായത് പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ളവർ. ഇവർക്കുള്ള ശിക്ഷ അത് പരമാവധി ശിക്ഷയല്ല എങ്കിൽ തീർച്ചയായും മേൽക്കോടതിയിൽ സർക്കാർ അതിനെയും ചലഞ്ച് ചെയ്യും. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന ചലഞ്ചായിരിക്കും അവിടെ ഹൈക്കോടതിയിൽ സർക്കാർ വെക്കാൻ പോകുന്നത്. അതോടൊപ്പമായിരിക്കും ദിലീപ് വിഷയവും സർക്കാർ ഉന്നയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കുക എന്നതായിരിക്കുമോ അമ്മയുടെ ലക്ഷ്യം? അതാണ് നമ്മൾ ഇനിയും അറിയേണ്ടത്. ഒപ്പം അതിജീവിതയുടെ വാദമുണ്ടല്ലോ,
ആ വാദം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോഴും നിശബ്ദത തുടരുന്ന ഒരു സാഹചര്യമാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ചില പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ രാജിവെച്ചു പോകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിജീവിതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വിധിയെ മാറ്റിവെച്ചുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമോ അമ്മ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ഹരി നൽകുന്നതിന് മുമ്പ് ഈ അമ്മയുടെ ഭാരവാഹികളുടെ ഒരു പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് അമ്മയിലെ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ ആരൊക്കെ? അവിടെയാണ് ശ്വേതാ മേനോൻ ആണ് ഇപ്പോൾ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പദവികളിൽ 2 പേർ അവർ വനിതകളാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. ഇനി മറ്റ് 2 പേർ കൂടി വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നുണ്ട്. അത് അൻസിബ ഹസൻ ആണ്, ഒപ്പം ലക്ഷ്മി പ്രിയ എന്നിവർ ആണ്. അൻസിബ ഹസൻ ആണ് ഇപ്പോൾ ഈ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. ഒപ്പം ലക്ഷ്മി പ്രിയയാണ് വൈസ് പ്രസിഡന്റ്. അൻസിബയാകട്ടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നതും നമുക്കറിയാം. യെസ്, വലിയ പ്രതിസന്ധിയാണോ ഈ അമ്മ എന്ന സംഘടന നേരിടുന്നത്? എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തത്? എന്തായിരിക്കും അമ്മയുടെ നിലപാട്? ഇക്കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നിപ്പോൾ വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം ചേരുന്നത് കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ആണ്. ഡാനി, ഒരുപക്ഷെ നമുക്കറിയാം ഈ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടക്കം ഒരു പുരുഷാധിപത്യത്തിന് അന്ത്യമുണ്ടാകണം എന്ന് സിനിമാ താരങ്ങൾക്കിടയിലെ പുരുഷന്മാർ പോലും തീരുമാനിച്ച ഒരു സമയമായിരുന്നു. അതായത് കൂടുതൽ സ്ത്രീ സൗഹൃദമാകട്ടെ സംഘടന, സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകട്ടെ, അതോടൊപ്പം സ്ത്രീകൾക്ക് പരിഗണന കൂടുതൽ ലഭിക്കട്ടെ, അതായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യമെങ്കിൽ ഇപ്പോഴിതാ താരസംഘടനയ്ക്ക് കൃത്യമായൊരു ഭരണ സംവിധാനം ഉണ്ട്. ആ ഭരണ സംവിധാനത്തിന് ഇപ്പോഴത്തെ വിധി എന്ത് എന്നതിൽ പൂർണ്ണമായ ബോധ്യമുണ്ട്. അവിടെ ഒരു തീരുമാനമുണ്ടാകണമല്ലോ. ഒന്നുകിൽ ദിലീപിനെ സംഘടനയുടെ ഭാഗമാക്കുക, അല്ല എങ്കിൽ ദിലീപിനെ മാറ്റി നിർത്തുന്നത് തുടരുക. എന്തുകൊണ്ടാണ് കൃത്യമായൊരു പ്രതികരണത്തിന് താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തയ്യാറാകാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി, അഭിലാഷ, ഈ താരസംഘടനകൾ പല വിഷയങ്ങളിലും ഒരു വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത നേരിടുന്ന വിവാദ വിഷയങ്ങൾ സംബന്ധിയായ പല കാര്യങ്ങളിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു കാര്യം. അതുമാത്രവുമല്ല, ദിലീപിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ദിലീപിനെതിരെ അന്ന് നടപടിയെടുക്കുമ്പോൾ അന്ന് പെട്ടെന്നുണ്ടായ ഒരു നടപടിയല്ല, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല, നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടു എന്ന് തന്നെ പറയുന്നതാകും ശരി. അതായത് ഈ ദിലീപിൻ്റെ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം അന്ന് വലിയ രീതിയിൽ ഇവർ ഒത്തുകൂടൽ ഉണ്ടാകുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ, പനമ്പള്ളി നഗറിലുള്ള വീട്ടിലേക്ക് യുവതാരങ്ങളടക്കമുള്ളവരൊരു നിര ആദ്യമേ തന്നെ എത്തുകയായിരുന്നു. പിന്നീട് ഒരു നടപടികളിലേക്ക് അടക്കം പോകുന്നു. അതിനു മുൻപ് അമ്മയുടെ ജനറൽ ബോഡി യോഗം അന്ന് കൊച്ചിയിൽ നടന്നപ്പോൾ രൂക്ഷമായ വാക്കേറ്റം ഈ മാധ്യമപ്രവർത്തകരുമായി ഈ വിഷയം സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ കാരണം ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദിലീപ് മലയാള സിനിമയ്ക്ക് ആരായിരുന്നു എന്നൊരു വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട്. ദിലീപിൻ്റെ ഒരു സമഗ്രാധിപത്യം തന്നെ ഈ മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. ആ ഒരു കാലഘട്ടം അത് തന്നെയായിരുന്നു, ആ ഒരു സമയം അത് തന്നെയായിരുന്നു. ദിലീപ് അഭിനേതാവായി വലിയ രീതിയിലേക്ക് സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് മാറുന്നു. ദിലീപ് നിർമ്മാതാവാകുന്നു. അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനാ നേതാവാകുന്നു. തിയേറ്റർ ഉടമകളുടെ സംഘടനാ നേതാവുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന തിയേറ്റർ സംഘടനയെ പിളർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയായിരുന്നു. അതിന് താരങ്ങളുടെ അടക്കം വലിയ പിന്തുണയും അതിന് ഉണ്ടാവുകയും ചെയ്തു. സൂപ്പർ താരങ്ങളടക്കം ദിലീപിനെ പിന്തുണച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ വിരാജിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ളൊരു കേസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ദിലീപ് തിരിച്ചെടുക്കുക എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അത് ദിലീപിനേക്കാൾ കൂടുതൽ ഒരു ആവശ്യമായിട്ട് തോന്നുന്നത് ഈ സംഘടനകൾക്ക് തന്നെയായിട്ടാണ് തോന്നുന്നത്. കാരണം അതിലേക്കെല്ലാം തന്നെ ദിലീപ് തിരിച്ചു വരണമെന്ന് സംഘടനകൾ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അമ്മ പോലും ഇതിലൊരു കൃത്യമായൊരു വിഷയം, ഇതിൽ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അവരൊരു തീരുമാനത്തിൽ ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ തീരുമാനിക്കാമോ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ അതിലുള്ള ബഹുഭൂരിപക്ഷം പേരും വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കുക, ഈ നടപടികൾ പൂർത്തിയാക്കുക
എന്ന് തന്നെ വിചാരിക്കുന്നവർ തന്നെയാകും എന്ന് തന്നെയാണ്. ഏതായാലും ഇപ്പോഴും വ്യക്തമായ രീതിയിലേക്ക് അഭിപ്രായം പറയാതെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിധിക്കെതിരെ തന്നെ ഒരു നിലനിൽക്കുന്ന ഒരു പബ്ലിക് പൾസ് എന്ന ഒരു കാര്യത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെയാണ് അമ്മ മകനെയാണ് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത്, മകളെയല്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനവും പൊതുവിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെല്ലാം കൃത്യമായൊരു മറുപടി അമ്മ പ്രസിഡന്റ് ഇപ്പോഴുള്ള ശ്വേതാ മേനോനോട് ചോദിച്ചാൽ പോലും അവരിതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായത്. നമ്മൾ അവർ സമീപിച്ചതാണ്. പക്ഷേ ഒരു മറുപടി എന്ന രീതിയിലേക്ക് പറയാനായിട്ട് അവിടെയാണല്ലോ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നത് ഡാനി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് അമ്മയുടെ ഒരു ചരിത്രം ഏതാണ്ട് 3 പതിറ്റാണ്ടിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഒരു ആൺ മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ പലപ്പോഴും ആൺപക്ഷത്ത് നിന്നുകൊണ്ടാണ് എന്ന വിമർശനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. അതായത് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു, അവർ ഉറച്ച തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നുള്ളതാണ്. അവിടെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഈ മാറ്റം കൊണ്ട് സാധിക്കുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ കൂടുതൽ എത്തുമ്പോൾ അവിടെ നിന്ന് അവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവരോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന അങ്ങനെ ഒരു പ്രതീതി അതുണ്ടാകുമോ? കാരണം അത് ആരാണ് നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നെല്ലാം തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം അത് അത്തരം ഒരു സംഘടനാ സംവിധാനമാണ് എന്നുള്ള ഒരു വിമർശനവും എല്ലാ ഭാഗത്തു നിന്നും തന്നെ ഉയരുന്നുണ്ട്. അമ്മയ്ക്കകത്തുനിന്ന് പോലും തന്നെ അത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃത്യമായൊരു നിലപാടെടുത്തുകൊണ്ട് ഇവർ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിടേണ്ടതാണ്. ഈ സമയം അത്രയും കടന്നു പോകുമ്പോൾ പോലും ഇതിലൊരു വിഷയം പറയാൻ, ഒരു വാർത്താക്കുറിപ്പിലേക്ക് ഒരു ലളിതമായ ഒരു കുറിപ്പിലേക്ക് മാറാനല്ലാതെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുൻപന്തിയിലേക്ക് വരാൻ ഇവർക്ക് കഴിയാതിരുന്നത് കൊണ്ട് അവരാലല്ല നിയന്ത്രിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥമാകുന്നത്. അതാണ് ഈ നിയന്ത്രണം എന്നത് ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃതമായി തുടരുകയാണോ താരസംഘടനയ്ക്കകത്ത്? അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭരണമാറ്റം പ്രയോജനപ്പെടുത്താൻ വനിതാ താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? വനിതകൾ ശബ്ദമുയർത്തുന്നുണ്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ചില ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അവർ എന്തിനു മടിക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ആ ഒരു വിശദാംശങ്ങൾ ആണ് ഡാനിപ്പോൾ നൽകിയത് എങ്കിൽ സൂചിപ്പിക്കുന്ന പോലെ സംഘടനയ്ക്കകത്ത് തന്നെ ഇപ്പോഴും പുരുഷന്മാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം തുടരുന്നു. അത് താരസംഘടനയിൽ മാത്രമല്ല, സിനിമയിലെ മറ്റു മേഖലകളിലേക്ക് ഇനി ദിലീപിന് തിരിച്ചു വരാനുള്ള അവസരം ഒരുങ്ങുകയാണ്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാരുടെ സംഘടന, അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടന, ഇതിലെല്ലാം തന്നെ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അമ്മയിൽ തന്നെ ലക്ഷ്മിപ്രിയയെ പോലെയുള്ളവർ ദിലീപിന് അനുകൂലമാകുന്ന ചില നിലപാടുകൾ അവർ പറയുന്നത് ഞാൻ നേരത്തെയും അങ്ങനെ തന്നെയാണ്, ദിലീപിനെ പോലെ ഒരു നടൻ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് തൻ്റെ വ്യക്തിപരമായ തീരുമാനം എന്നാണ് പറയുന്നത്, വ്യക്തിപരമായ നിഗമനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടം എന്നതിൻ്റെ തീരുമാനം എന്ത്, താരസംഘടനയിലെ ആൾക്കൂട്ട തീരുമാനം എന്ത് എന്നതിനെയാണോ അടിസ്ഥാനപ്പെടുത്തേണ്ടത്? അതിനപ്പുറത്ത് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണോ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഹരികൃഷ്ണൻ കൂടിയാണ്. ഹരി, പൊതുവെ നമുക്കറിയാം സിനിമാ മേഖല എന്നത് പലപ്പോഴും അവിടെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയും ചില കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ വാർത്തകളിൽ നൽകിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. 2017 ഒരു നടി ആക്രമിക്കപ്പെടുന്നു. ആ നടിയുടെ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് മറ്റൊരു ജനപ്രിയ നടൻ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുന്നു. ആ ഒരു വാദം തീർച്ചയായും ദിലീപിന് ഉന്നയിക്കാം. അതിനൊക്കെ അപ്പുറത്ത് മറ്റ് സംഘടനകൾ, ഈ നിർമ്മാതാക്കളുടെ സംഘടന, വിതരണക്കാരുടെ സംഘടന, അവരൊക്കെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യത തെളിയുകയും താരസംഘടനയിൽ നിന്ന് മാത്രം പുറത്താക്കപ്പെടുകയും ചെയ്താൽ പോലും അത് വീണ്ടും സിനിമാ മേഖലയ്ക്കകത്ത് മറ്റു പ്രതിസന്ധികൾ സൃഷ്ടിക്കില്ലേ? അങ്ങനെ ഒരു തീരുമാനം കൃത്യമായി താരസംഘടനയ്ക്ക് എടുക്കാൻ പറ്റാതെ പോവുകയാണോ ഇപ്പോഴും? അഭിലാഷ്, ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിധി വന്നതിന് പിന്നാലെ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്, ഞാൻ അന്നേ പറഞ്ഞിരുന്നു ദിലീപ് ഇത് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത് പറയുന്നത് അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത് ഈ സ്ത്രീകളാണെന്ന് പറയുമ്പോൾ പോലും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ്. താരസംഘടനയിലെ വനിതാ താരങ്ങൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 ചേരിയുണ്ട്. തീർച്ചയായും 2 ചേരികൾ തന്നെ ഉണ്ട് എന്നതും വ്യക്തമാണ്. കാരണം ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത് വനിതകളാണ്. ഈ തലപ്പത്ത് വനിതകൾ എത്തുന്നത് എങ്ങനെയാണ്? ഈ അമ്മയുടെ
അമ്മയുടെ തലപ്പത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് എല്ലാം പുരുഷന്മാർ തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും കൂടിയായി 2017 കേസ് വിലയിരുത്തപ്പെടണം. കാരണം അതിനുശേഷമാണ് WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ വരുന്നത്. ആ സംഘടന വന്നതിന് ശേഷം തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച സ്ത്രീകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് എത്ര പേർക്ക് തൊഴിലുണ്ട്, എത്ര പേർക്ക് ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, എത്ര പേരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ സംഘടന ഉണ്ടാകുന്നതിന് മുമ്പും അതിനുശേഷവും ഈ സംഘടനയിലുള്ള താരങ്ങൾ മുൻപ് എത്രമാത്രം സിനിമകൾ അഭിനയിച്ചു. മലയാള സിനിമ 2017 മുമ്പും ശേഷവും എന്ന നിലയിൽ തന്നെ നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതായി വരും അല്ലേ? തീർച്ചയായും അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെ തർക്കിക്കുന്നവരുണ്ടെങ്കിൽ അത് നേരെ വിലയിരുത്താത്തവർ തന്നെയായിരിക്കും. കാരണം അതിന് മുൻപ് ഈ WCCയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ കഴിഞ്ഞ ദിവസം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി മുന്നോട്ട് വന്ന റീമ കല്ലിങ്കലാവട്ടെ, അല്ലെങ്കിൽ രമ്യ നമ്പീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ താരം പാർവതി തിരുവോത്ത് ആയിക്കോട്ടെ, ഇന്ന് അവർക്ക് എത്ര സിനിമകളുണ്ട്. പാർവതി തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് തൊഴിൽ നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിന് ശേഷം എന്നുള്ളത്. അപ്പോൾ ഈ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ പോലും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും അവർക്ക് എത്രമാത്രം സിനിമകളുണ്ട്, തൊഴിൽ നിഷേധങ്ങൾ ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ടെന്നത് വ്യക്തമാണ്. ഇനി അമ്മ എന്ന സംഘടനയിലേക്ക് വരുമ്പോഴേക്കും ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുന്നു, ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് ആകുന്നു, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ അൻസിബ ഹസൻ, ഇതെല്ലാം വനിതാ താരങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ നാളിതുവരെ 8-ാം തീയതി വിധി വരുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും അറിയപ്പെടുന്ന കാര്യങ്ങളല്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്ര ദിവസമാണ് ഇനി വിധിക്ക് ബാക്കിയുള്ളത് എന്ന് ഉൾപ്പെടെ കൗണ്ട് ഡൗൺ നടത്തുമ്പോൾ പോലും അമ്മ എന്ന സംഘടനയ്ക്ക് നാളിതുവരെ ഈ വിധി വന്ന് 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലും ഒരു വ്യക്തമായ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ വീഴ്ച തന്നെയാണ്. എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ സംഘടന FIOC ആയിക്കോട്ടെ, ഈ മേഖലകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഏരിയകളിലെല്ലാം തന്നെ ഒരു കാലത്ത് നിന്നിരുന്ന ഒരു നടൻ ദിലീപ് തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു തലതട്ടൊപ്പം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന മലയാള സിനിമാ മേഖലയിൽ തന്നെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്ന ഒരു താരമാണ് ദിലീപ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ പോലും ഏറ്റവും ഒടുവിൽ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയും നിർമ്മാതാക്കളുടെ സംഘടനയും പറയുന്നത് എന്തുകൊണ്ടാണ്? ദിലീപ് അവർക്ക് അത്രമാത്രം വേണ്ടപ്പെട്ട ആളാണ്. അതിന് മുൻപും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഈ അമ്മ സംഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വനിതകൾ തലപ്പത്തെത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടിയെ ഒരു തവണ പോയി ഒന്ന് കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ സംഘടനയിലേക്ക് തിരികെ എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ 2017 ശേഷം അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിൽ തലപ്പത്ത് സ്ത്രീകൾ വരുന്നത് കുറച്ചധികം നാളായല്ലോ. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ തന്നെ ആ ഒരു നിലപാടിലൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ നടിയെ പിന്നീട് പോയി കണ്ടില്ല, എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി ഉയർത്തിയ ചോദ്യവും അത് തന്നെയാണ്. ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ദിലീപിനെ തിരികെ എത്തിക്കാൻ വേണ്ടി എത്തുമ്പോൾ പോലും അതിൻ്റെ 10-ൽ 1 അംശം പോലും ഈ നടിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാനോ ഇവർ മുന്നോട്ട് വരുന്നില്ല. ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള നിലപാടിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് ഇവിടെയുള്ള സംശയങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഭാഗത്ത് നിന്നും ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്കാണ് വരുന്നതെങ്കിൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല അഭിലാഷ്. റൈറ്റ്, അതായത് പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ മേഖലയുടെ നിയന്ത്രണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. പുരുഷനും സ്ത്രീക്കും തുല്യമായ ഇടമാണ് ഏതൊരു തൊഴിലിടത്തിലും ഉണ്ടാകേണ്ടത് എന്ന ആ ന്യായമായ ആവശ്യം തന്നെയാണ് വനിതകൾ ഉന്നയിച്ചത്. മാത്രമല്ല താരസംഘടനയുടെ തലപ്പത്തേക്ക് പോലും വനിതകൾക്ക് ഇടം ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. അത് അഭിനന്ദനീയമായ ഒരു നീക്കം തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ ശേഷിയും ഉള്ളവർ തന്നെയാണ് വനിതകൾ. അവർക്ക് ഒരുപക്ഷെ ഈ അധികാര കേന്ദ്രങ്ങളിൽ അധികം എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഇല്ലാത്തതുമാകാം ഈ പ്രതിസന്ധിക്ക് കാരണം. അവർ ആ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നതേയുള്ളൂ, അതിൽ ശക്തരാകുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തുറ്റ ഊർജ്ജസ്വലതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് വരും ദിവസങ്ങളിൽ സാധിച്ചേക്കും.